നമസ്കാരം, ഞാൻ ലാലഴകം. ക്ഷേത്രവിശേഷത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിനകത്തും പുറത്തും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന പാരാമെഡിക്കൽ കോഴ്സുകൾ ചെയ്യുന്ന മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി അവതരിപ്പിക്കുന്ന ക്ഷേത്രവിശേഷത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോഴുള്ളത് കാട്ടാൽ ദേവി ക്ഷേത്ര സന്നിധിയിലാണ്. 2025 പറന്നേറ്റ് കാളിയൂട്ട് ദുഃഖ മഹോത്സവത്തിന്റെ തൃക്കൊടിയേറ്റ് നടക്കാൻ പോവുകയാണ്. അതിനായി കൊടിമരം മുറിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് വേഗം മടങ്ങി വരാം. ക്യാമറമാൻ മനു മൂകുലിനൊപ്പം. നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. കാട്ടാൽ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ കൊടിമരം നിർത്തുന്നതിന്റെ ചുമതലക്കാരനായിട്ടുള്ള ക്ഷേത്ര തച്ചനാണ് നമ്മളോടൊപ്പം ഉള്ളത്, അശോകൻ ചേട്ടൻ. ഓരോ ക്ഷേത്രത്തിനും കൊടിമരത്തിന് പ്രത്യേകതകളുണ്ട്. അപ്പോ നമ്മുടെ കാട്ടാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പൊതുവെ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ കൊടിമരത്തെ ഒരുപാട് ക്ഷേത്രങ്ങളുടെ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ എന്താണ് കൊടിമരം, എങ്ങനെയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇതിന്റെ അളവുകോലുകൾ മറ്റ് എങ്ങനെയൊക്കെയാണ്? നമ്മളെ കൊടിമരത്തിന്റെ അളവെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ശ്രീകോവിലിന്റെ ഇതിൽ നിന്നും പുറത്ത് നടപ്പന്തൽ വരെയുള്ള അളവ് അങ്ങനെ വരുന്നുണ്ട്. അല്ലാതെ ഉള്ള അളവുകളും വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ നമ്മളെ അളവ് മൊത്തമായിട്ട് നമ്മൾ ശ്രീകോവിലിന്റെ ഇതിൽ നിന്നുള്ള അളവാണ് കണക്കാക്കപ്പെടുന്നത്. നടപ്പന്തൽ വരെയുള്ള അളവാണ് നമ്മൾ സാധാരണ കണക്കാക്കപ്പെടുന്നത്. ഇവിടുത്തെ ക്ഷേത്രത്തിലെ കൊടിമരത്തിനെന്ന് പറഞ്ഞാൽ ഏകദേശം 50 അടി വരെ ഉയരമുള്ള കൊടിമരമാണ്. ഇത് കണ്ടെത്തുന്നതും ഓരോ വർഷവും ഓരോ ദിക്കിൽ നിന്നാണ് കണ്ടെത്തുന്നതെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയാം. അത് ഓരോ ദിക്കിലാണ്, ഓരോ വർഷവും ഓരോ ദിക്കിൽ നിന്നാണ്. ആദ്യ വർഷം നമ്മൾ വരുന്നത് കിഴക്ക് ദിക്ക്, അത് കഴിഞ്ഞ് തെക്ക് ദിക്ക്, പടിഞ്ഞാറ് ദിക്ക്, വടക്ക് ദിക്ക്, അത് കഴിഞ്ഞിട്ട് വീണ്ടും കിഴക്ക് ദിക്കിൽ നിന്നാണ് നമ്മൾ കൊടിമരം നോക്കിയെടുക്കുന്നത്. ഈ കൊടിമരത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ആ വൃക്ഷത്തിന്റെ ലക്ഷണങ്ങൾ പറയാറുണ്ടല്ലോ. വൃക്ഷത്തിന്റെ ലക്ഷണം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മള് കൊടിമരത്തിന് നമ്മൾ കമുല് പോയി നമ്മൾ ആദ്യം അതിൽ നമ്മൾക്ക് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ നോക്കുന്നത്. മുകളിലോട്ട് നോക്കുന്ന വളവ് നോക്കുന്നതും അതിന്റെ ലക്ഷണം വളവുണ്ടെങ്കിൽ നമ്മൾ എടുക്കില്ല. നമ്മൾ ഏകദേശം മുകളിലൊക്കെ നല്ല ഒരേ വണ്ണമാണ് എന്നുള്ള വളവില്ലാത്ത സാധനമാണ് നമ്മൾ കൊടിമരത്തിന്റെ ലക്ഷണമായിട്ട് നമ്മൾ എടുക്കുന്നത്. നമുക്ക് പോകുമ്പോൾ തന്നെ അതിന്റെ ലക്ഷണം അറിയാൻ പറ്റും. കൊടിമരം നമുക്ക് അനുയോജ്യമായ കൊടിമരം എന്നുള്ള ഇതിൽ വരുന്നത്. ഈ നമ്മുടെ ഈ കൊടിമര നിർമ്മാണം ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതൊക്കെ പുറത്ത് പറയാൻ പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് പങ്കുവയ്ക്കാമോ? ചില അളവുകൾ നമ്മൾ പറയില്ല. അങ്ങനെ ഉണ്ട്. പല ക്ഷേത്രങ്ങളിലും പല അളവായതുകൊണ്ട് ചില നമ്മൾ പറയില്ല. നമ്മളെ ഇവിടെ കാട്ടാക്കട അളവ് വലിയ അളവിലുള്ള ഇതാണ്. ഇത് ഈ കൊടിമരം നിർമ്മിക്കുന്ന ഇത്രയും ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ഞാൻ ഇവിടെ കൊടിമരത്തിന് എനിക്ക് 6 വർഷത്തെ ഇതുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. ഈ കൊടിമരം നാട്ടുന്നതിന് അല്ലെങ്കിൽ നിർത്തുന്നതിന് കുറെ ചടങ്ങുകളുണ്ട്. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്ന്? അത് നമ്മള് ഉത്സവത്തോട് അനുബന്ധിച്ച് നമ്മൾ ഇതിന്റെ ദിവസം കുറിക്കുമ്പോൾ തന്നെ കൊടിമരം നമ്മൾ അതിന് മുമ്പ് നോക്കി നിർത്തും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാപ്പ് കെട്ടാൻ വേണ്ടി ക്ഷേത്രത്തിൽ നിന്ന് വാളും ശൂലമായിട്ട് അവിടെ പോയി നമ്മൾ കാപ്പ് കെട്ടുന്നുണ്ട്. കൊടിമരത്തിന്റെ ഉത്സവത്തിന് അതിനുള്ള പക്ഷി മൃഗാദികളോടുകൂടി നമുക്ക് കൊടിമരം നിർത്താനുള്ള അനുവാദം നമ്മൾ അവരിൽ നിന്ന് വാങ്ങി ക്ഷേത്ര പൂജാരി പൂജ ചെയ്യുന്നു. അതിലെ കൂടെ ക്ഷേത്ര തച്ചനും പൂജ ചെയ്ത് അതിൽ പട്ടു ചുറ്റി പിന്നെ വെറ്റില ചുറ്റുന്നുണ്ട്. വെറ്റില വെച്ച് പ്ലാവല, മാവല, കുരുത്തോല എന്നിവ പൂവ്
എന്നിവയെല്ലാം വെച്ച് നമ്മൾ കാപ്പ് കെട്ടി അനുമതി വാങ്ങിക്കൊണ്ട് നമ്മൾ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഒന്നാം ഉത്സവത്തിന്റെ അന്ന് രാവിലെ നമ്മൾ ആ സമയം ഓരോ പ്രാവശ്യം ചിലപ്പോൾ വ്യത്യസ്ത സമയങ്ങളായിരിക്കും. പക്ഷേ ഇന്ന് ഈ പ്രാവശ്യം നമുക്ക് രാവിലെ ആയിരുന്നു കൊടിമരം മുറിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അത് അവിടെ പോയി ക്ഷേത്രത്തിൽ നിന്ന് വാളുശൂലം നമ്മൾ എഴുന്നള്ളി പൂജാരി വാദ്യത്തോടുകൂടി നമ്മൾ പോയി അവിടെ ചെന്ന് നമ്മൾ പഴയ കാപ്പുകെട്ടെല്ലാം അഴിച്ചു മാറ്റി ഒന്ന് പൂജ ചെയ്ത് കവുവിന് ദീപാരാധന കൊടുത്തതിന് ശേഷം അതിനോട് അനുവാദമായിക്കൊണ്ടാണ് നമ്മൾ കൊടിമരം മുറിച്ചു കൊണ്ടുവരുന്നത്. പിന്നെ അത് പോരാഞ്ഞിട്ട് നമ്മൾ കൊടിമരം തറയിൽ പതിക്കാതെ തന്നെ മേളിൽ നമ്മൾ കയറിട്ട് കെട്ടിട്ട് താഴെ ഇറക്കി കൊടിമരം മുറിച്ച് താഴെ ഇറക്കി നമ്മൾ ഇവിടുത്തെ നേർച്ചക്കാറ് തോളിലെടുത്ത് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ കമുകിലുള്ള മുക്കുന്നി കെട്ടി വെച്ചിട്ട് അതിൽ കൊണ്ടുവന്ന് നമ്മൾ കൊടിമരം നീളത്തിന് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ അളവ് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ള വെച്ചതിന് ശേഷം അതിൻ്റെ നീളം കണക്കാക്കി നമ്മൾ കട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ തൊലി എല്ലാം കറക്റ്റായിട്ട് ചെത്തിക്കളഞ്ഞതിന് ശേഷം അത് പിന്നെ കൊടിക്കൈ തുളച്ച് കയറ്റുന്നുണ്ട്. പിന്നെ കൊടിമരത്തിന് കൊടിയിടാനുള്ള വക്കാണി എന്നിവ നമ്മൾ അതിൽ സ്ഥാപിക്കുന്നു. പിന്നെ പോരാഞ്ഞിട്ട് അതിൽ നമ്മളൊരു സാധാരണ മിക്കാറുമുള്ളിടത്ത് വേതാളത്തിനെ സ്ഥാപിക്കും. പക്ഷേ ഇവിടെ നമ്മൾ കമുവിൻ്റെ കൊണ്ടയാണ് നമ്മൾ സ്ഥാപിച്ച് അതിലൊരു പൂക്കല കൂടെ നമ്മൾ അതിൽ സെറ്റ് ചെയ്തേക്കും. ഇങ്ങനെയാണ് ഇവിടുത്തെ രീതി. നമ്മൾ കാട്ടാൽ ഭദ്രകാളി ദേവി ക്ഷേത്രത്തെ കുറിച്ച് ഒരുപാട് വിശ്വാസങ്ങളും അനുഭവങ്ങളും ഒക്കെ ഒരുപാട് പേര് പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട്, കേട്ടറിവുകളുണ്ട്. എന്തെങ്കിലും അങ്ങനെ വ്യത്യസ്തമായ ഒരു അനുഭവം അമ്മയുടെ ദാസനായി വന്നതിന് ശേഷം? എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ഇവിടെ കാട്ടാൽ അമ്മയിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു വർഷം ഉത്സവം കഴിഞ്ഞ് ആറാട്ട് കഴിഞ്ഞ് ഇവിടുത്തെ പൂജാരിമാര് ക്ഷേത്രത്തിനകത്തേക്ക് തിരുമുടി എഴുന്നള്ളിയിട്ട് തിരുമുടി പീഠത്തിൽ ഇരിക്കാതെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ രക്ഷാധികാരി മുരളി സാറ് എന്നെ വിളിച്ച് ക്ഷേത്രത്തിനകത്ത് കയറി തിരുമുടി അവരൊന്ന് വാങ്ങി സ്ഥാപിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അകത്ത് കയറി അപ്പോൾ നമ്മളെ 2 പൂജാരിമാരെ കാലിലാണ് തിരുമുടി ഇരുന്നത്. പക്ഷെ അവർക്ക് ആ തിരുമുടി വെച്ചും കൊണ്ട് എണീക്കാനും വയ്യ, ഇരിക്കാനും വയ്യ ഉള്ള അവസ്ഥയായിരുന്നു. അവര് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റാത്ത രീതിയിലാണ് അവർ ഒരു 1.5 മണിക്കൂർ നേരം ആ 2 പൂജാരിമാരും അത് പരിശ്രമിച്ചിട്ട് തിരുമുടി പീഠത്തിൽ ഇരിക്കാൻ പറ്റിയിട്ടില്ല. അവസാനം എന്നെ ഞാൻ അണിയറയ്ക്കകത്ത് കയറി അമ്മേരെ തിരുമുടി ഞാനാണ് അത് പീഠത്തിൽ സ്ഥാപിച്ചത്. അങ്ങനെയുള്ള എനിക്ക് വലിയ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കാട്ടാൽ ദേവി ക്ഷേത്രത്തിലെ തച്ചനായിരിക്കുന്ന ദേവീദാസൻ ശ്രീ അശോകൻജിയുടെ അനുഭവങ്ങൾ ആണ് നമ്മൾ ഇതുവരെ പങ്കുവച്ചത്. അപ്പോൾ ഇതുപോലെ പുതുമയാർന്ന മറ്റൊരു കാഴ്ചയുമായി ക്ഷേത്രവിശേഷത്തിന്റെ മറ്റൊരു ലക്കത്തിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോ തൽക്കാലം ക്യാമറാമാൻ മനു മുകുളിനൊപ്പം കാട്ടാലമ്മയുടെ തിരുസന്നിധിയിൽ നിന്നും ലാലഴകം തൽക്കാലം ഇവിടെ വാങ്ങുന്നു. നന്ദി, നല്ല നമസ്കാരം. മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി സ്വദേശത്തും വിദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ അനേകം തൊഴിലവസരങ്ങളുള്ള ബിവോക്, ഡിഗ്രി, ഡിപ്ലോമ, പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും ഗവൺമെന്റ് അംഗീകൃത സ്കിൽ കോഴ്സുകളിലേക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. KSRTC ബസ് കൺസ്ട്രക്ഷൻ അവൈലബിൾ.